പച്ചമുളക് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകുവാൻ നമ്മുടെ അടുക്കളയിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ്, ചാരം, തേയിലമട്ട്, കഞ്ഞിവെള്ളം ഇതൊക്കെ നല്ലൊരു വളമായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ പൂക്കളും കായ്കളും നിറയെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് ഉള്ളിയുടെ തൊലി, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, മുട്ടയുടെ തോടൊക്കെ നല്ലപോലെ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. സവാളയുടെ തൊലിയും പഴത്തിൻ്റെ തൊലിയും ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചുവട്ടിൽ നിന്ന് മണ്ണൊക്കെ നല്ലപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റുഭാഗമായിട്ട് നമുക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക. തണ്ടിനോട് ചേർന്നിട്ട് കൊടുക്കരുത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ മണ്ണിട്ട് മൂടി കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നനച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾ വളർന്ന് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും നിങ്ങൾ വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട. ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക.